ഹലോ, മുഖത്തെ കറുത്ത പാട് വെയിലേറ്റിട്ട് വന്ന കരുവാളിപ്പല പൂർണ്ണമായും മാറിയിട്ട് മുഖം നല്ല നിറം വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. ഇതിന് വേണ്ടത് കടലമാവാണ്. 1 ടേബിൾ സ്പൂണോളം കടലമാവിലേക്ക് 4 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ചെറിയൊരു ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒട്ടും ഫ്ലെയിം കൂടി പോകാൻ പാടില്ല. ഫ്ലെയിം വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ. പാലിൻ്റെ ഒരു കറക്റ്റ് അളവല്ല ഇത്. നമുക്ക് ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 4 ടേബിൾ സ്പൂണോളം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഭയങ്കര സിമ്മിൽ തന്നെ നിങ്ങൾ ഫ്ലെയിം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി എടുക്കുക. അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആ പാത്രത്തിൻ്റെ ചൂടിന്ന് വേണം നമ്മൾ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കണം. അധികം ഓവറായിട്ട് നമ്മൾ കുക്കായി പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം കൂടി പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തത്. ഇനി ഈ പാനിൻ്റെ ആ ഒരു ചൂടിൽ ഒരു 5 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കോഫി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കോഫി പൗഡർ ആഡ് ചെയ്തതിന് മുന്നേ ഇതൊന്ന് ഇതിൻ്റെ ചൂട് ഒന്ന് തണിയുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ഏത് കോഫി പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഞാൻ ഇത് കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ട്. എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ലൂസായ സമയത്ത് വേണം തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമ്മൾ ഇത് ഇളക്കുന്നതിന് അതിൻ്റെ ചൂട് കുറയുന്നതിന് ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ കോഫി പൗഡറും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടിയും പാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഫേസ് പാക്കിൽ ഫേസിലിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൂസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള പാൽ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ബാക്കി വരുന്നത് നിങ്ങൾക്കൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇത് കുറച്ചൊന്ന് ഇതായിപ്പോയത് കൊണ്ട് തന്നെ അതിൻ്റെ കട്ടയൊന്ന് ഉടച്ചെടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അധികം ടൈറ്റായി പോകാണ്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടിൽ നിന്ന് നമ്മൾ വീണ്ടും ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടിയായി പോകും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ടയെല്ലാം ഒടിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആകെ ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂട് തണിയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. ചൂട് നന്നായി തണിഞ്ഞതിന് ശേഷം നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ വെയിലേറ്റിട്ട് വന്ന സൺ ടാൻ എവിടെയൊക്കെ ഉണ്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുക. കൈ, കാല്, എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുക. സൺ ടാന് പൂർണ്ണമായി മാറാൻ സഹായിക്കുന്ന ഒരു ഇതാണ്. വെയിലേറ്റിട്ട് വന്ന കരിവാളിപ്പ് മുഖത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഒരു അടിപൊളി റിസൾട്ടാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് കോഫി പറ്റാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കോഫീൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കടലമാവും പാലും വെച്ച് മാത്രം ചെയ്താലും മതി. ഇത് മുഖത്ത് ഒരു 25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇനി 25 മിനിറ്റ് അല്ല, സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അതിനുശേഷം കയറുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സൺ ടാൻ മാറാൻ തന്നെയാണ്. ഈ ബൈക്കെല്ലാം യൂസ് ചെയ്യുന്നവരെ കൈയെല്ലാം നല്ല ഒരു ടാൻ അടിച്ചിട്ടുണ്ടാകും. ടാന് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ആ ഒരു ഗ്ലോ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.